വളരെ ദൂരെ ഒരു മനോഹരമായ കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ആന, കുരങ്ങ്, മാൻ, ടീനു, മീനു എന്ന പക്ഷികളും എല്ലാവരും സുഹൃത്തുക്കളായി താമസിച്ചിരുന്നു. ഒരു ദിവസം ടീനുക്കുരുവി ആഹാരം തേടി പറന്നുകൊണ്ടിരുന്നു. ഒരുപാട് സമയം പറന്നതിനു ശേഷം അത് വിശ്രമിക്കാമെന്ന് തീരുമാനിച്ച് ഒരു മരത്തിന്റെ ശിഖരത്തിൽ പോയി ഇരുന്നു. അത് കണ്ടു, ആ മരത്തിൽ കളർഫുള്ളായ പൂക്കൾ പൂത്തുനിൽക്കുന്നു. അതിൽ മുഴുവനും നനവും ഉണ്ട്. അയ്യോ, ഇത് എങ്ങനെ സാധ്യമാകും? കുറെ നാളായി വെയിൽ മാത്രമല്ലേ ഉള്ളൂ. മഴ വന്നിട്ട് ഒരുപാട് ദിവസമായില്ലേ. അങ്ങനെയുള്ളപ്പോൾ ഈ പൂ എങ്ങനെ നനഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. അതിനുശേഷം കുരുവി ആ പൂവിന്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ ആ നീലക്കളർ പൂവിൽ നിന്നും ഒരു നീലക്കളർ വെള്ളത്തുള്ളി താഴേക്ക് വീഴുന്നത് ശ്രദ്ധിച്ചു. അങ്ങനെ ആ നീലത്തുള്ളി താഴെ വീണതും ആ തറ നീലക്കളറായി മാറി. ആഹാ, ഈ പൂക്കളിൽ നിന്ന് നിറങ്ങളും വെളിയിൽ വരുന്നല്ലോ. അങ്ങനെ അത് മരത്തിൽ നിന്ന് താഴെ വന്ന് ആ തറയിൽ കിടക്കുന്ന നിറം നോക്കി. ഞാൻ ഈ പൂക്കൾ കൊണ്ട് എന്റെ കൂടിനെ അലങ്കരിച്ചാലോ? അത് എത്ര മനോഹരമായിരിക്കുമല്ലേ. അപ്പോൾ ശരി, ഇതിൽ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ചുകൊണ്ടു പോകാം. അങ്ങനെ ചിന്തിച്ച് അത് വീണ്ടും പറന്നുപോയി. അവൾ അപ്പോൾ തന്റെ ചുണ്ടുകൊണ്ട് 4 പൂക്കൾ പറിച്ചു. പിങ്ക്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ. ഈ 4 പൂക്കളും ചുണ്ടിൽ പിടിച്ചുകൊണ്ട് അവൾ അവളുടെ കൂട്ടിലേക്ക് പോയി. ആ സമയം സിംഹരാജാവ് ഗുഹയിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ കുറുക്കനും അവിടെ ഉണ്ടായിരുന്നു. ടീനുക്കുരുവി അതുവഴി പറന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ വേഗത്തിൽ കാറ്റ് വീശി. ആ ഗുഹയുടെ വെളിയിൽ ഒരു മരമുണ്ടായിരുന്നു. ടീനു പറന്നു വരുമ്പോൾ അവൾ മരത്തിലിടിച്ച് അതിന്റെ ചുണ്ടിലുണ്ടായിരുന്ന 4 പൂക്കളും താഴെ വീണു. അങ്ങനെ ആ 4 പൂക്കളും താഴെ ഉറങ്ങിക്കൊണ്ടിരുന്ന സിംഹരാജാവിന്റെ മുകളിൽ വീണു. ഇതെല്ലാം ആ കുറുക്കൻ കാണുന്നുണ്ടായിരുന്നു. ടീനു ഒരുപാട് പേടിച്ചു. പൂക്കൾ മുകളിൽ നിന്ന് താഴെ വീണ ഉടനെ നിറങ്ങൾ വെളിയിൽ വന്നു. അതെല്ലാം അതിന്റെ കഴുത്തു മുതൽ വായ വരെ വന്നു. നീ എന്താ ചെയ്തത്? സിംഹരാജാവ് എഴുന്നേറ്റാലുണ്ടല്ലോ, പിന്നെ നിന്റെ ജീവൻ കാണില്ല. ഇത് കേട്ട് ടീനു പേടിച്ചു പറഞ്ഞു, നിങ്ങളെല്ലാം കണ്ടതല്ലേ, ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എന്റെ കൂടലങ്കരിക്കാൻ ഞാൻ ഈ പൂക്കൾ കൊണ്ടുപോയിരുന്നതാണ്. എന്നാൽ ഈ മരത്തിൽ എന്റെ മുഖം ഇടിച്ചതുകൊണ്ടാണ് എന്റെ വായിലെ പൂക്കളെല്ലാം താഴെ വീണത്. പ്ലീസ് സിംഹരാജാവിനോടൊന്നും പറയല്ലേ. ടീനുക്കുരുവി ആ കുറുക്കനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. സിംഹരാജാവിനെ കൊണ്ട് ആർക്കെങ്കിലും പണി കൊടുക്കാൻ കുറുക്കന് വളരെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ടത് സമ്മതിച്ചില്ല. ഇത് കേട്ട് ടീനു പേടിച്ച് അവിടെ നിന്നും വേഗത്തിൽ പറന്നുപോയി. കാരണം അതിന് നന്നായി അറിയാം, സിംഹരാജാവ് എഴുന്നേറ്റാൽ കുറുക്കൻ ഉറപ്പായും സിംഹരാജാവിനോട് നമ്മളെപ്പറ്റി പറയും. അങ്ങനെ സിംഹരാജാവ് അറിഞ്ഞാൽ ഉറപ്പായും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് അത് തന്റെ കൂട്ടിലേക്ക് വന്നു. അവളുടെ അടുത്തായി തന്നെയാണ് മീനുക്കുരുവിയുടെ കൂടുമുള്ളത്. പിന്നെ ആന, മോണ്ടുകുരങ്ങ്, പിന്നെ മാനുകൾ എല്ലാവരും അടുത്തു തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ടീനു വിഷമിച്ചിരിക്കുന്നത് കണ്ട് മീനുക്കുരുവി ചോദിച്ചു, എന്തു പറ്റി ടീനു? എന്താ നീ വിഷമിച്ചിരിക്കുന്നേ? അപ്പോൾ അവിടെയുണ്ടായിരുന്ന ബാക്കി മൃഗങ്ങളെല്ലാം മരത്തിന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ടീനു അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. എല്ലാവരും ഇത് കേട്ട് ഒരുപാട് വിഷമിച്ചു. അപ്പോൾ അവർ കണ്ടു, മരത്തിൽ ചാടിച്ചാടി മോണ്ടുകുരങ്ങ് അവിടെ വന്നുകൊണ്ടിരുന്നു. അത് ചാടിച്ചാടി അവിടെ വന്ന ഉടനെ എല്ലാവരും അതിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. കാരണം അവന്റെ ദേഹം മുഴുവനും കളർഫുള്ളായിരുന്നു. എടാ മോണ്ടു, നിന്റെ ദേഹത്ത് ഈ കളറൊക്കെ എങ്ങനെയാടാ വന്നത്? ഇന്ന് ഹോളി ആഘോഷിക്കുന്നില്ലേ, ഞാൻ ഗ്രാമത്തിൽ പോയിരുന്നു. അവിടെയുള്ള മനുഷ്യർ കാണിച്ചതാ ഇതൊക്കെ. ഹോളി ആഘോഷം എന്നാൽ? മനുഷ്യരുടെ ഒരു ആഘോഷമാ ഹോളി. അതിൽ മനുഷ്യർ തമ്മിൽ തമ്മിൽ കളറെറിയും. അവരിത് ആഘോഷിച്ച് സന്തോഷിക്കും. ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരെയും പിടിച്ച് കളറ് പൂശി എങ്ങ് വിടും. അങ്ങനെ പൂശിക്കഴിഞ്ഞാൽ ദേഷ്യപ്പെടാനും പാടില്ല. ഇത് കേട്ട് ടീനുവിന് ഒരു ഐഡിയ വന്നപ്പോൾ അവൾ പറഞ്ഞു, അപ്പോൾ പിന്നെ മൃഗങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കാട്ടിനുള്ളിൽ ഹോളി ആഘോഷിച്ചുകൂടാ? ആ, നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും ആഘോഷിക്കണമെന്നുണ്ട്. എന്നാൽ എവിടെ നിന്ന് നിറം കൊണ്ടുവരും? അത് കേട്ടതും ടീനു കാട്ടിലുള്ള ആ മരത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ആ മരത്തിനു താഴെ പോയി.
മോണ്ടുകുരങ്ങ് ആ മരത്തിലുള്ള പൂക്കളെല്ലാം പറിച്ച് പറിച്ച് വളരെ സാവധാനം പൂക്കളെല്ലാം പറിച്ച് താഴെ കൊണ്ടുവച്ചു. അത് മുഴുവനും കൂട്ടിവെച്ചതും എല്ലാ മൃഗങ്ങളും തമ്മിൽ തമ്മിൽ പൂക്കളെറിഞ്ഞ് ഹോളി വളരെ നന്നായി ആഘോഷിച്ചു. ടീനുവും മീനുവും രണ്ടുപേരും തന്റെ ചുണ്ടുകൾ കൊണ്ട് പൂക്കൾ പറിച്ച് ബാക്കിയുള്ള മൃഗങ്ങൾക്ക് നേരെ എറിഞ്ഞു. എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷത്തോടെ ഹോളി ആഘോഷിച്ചുകൊണ്ടിരുന്നു. മറുവശത്ത് സിംഹരാജാവ് ഉറക്കമെണീറ്റപ്പോൾ നേരെ ഒരു കുളത്തിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ വെള്ളത്തിൽ അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹത്തിന് അപ്പോൾ പല നിറങ്ങളിൽ കാണാൻ സാധിച്ചു. എന്നിട്ട് കുറുക്കനോട് ചോദിച്ചു, ഈ നിറങ്ങളൊക്കെ ആരാ എന്റെ ദേഹത്ത് പൂശിയത്? കുറുക്കൻ ഒറ്റിക്കൊടുക്കാൻ തുടങ്ങി. ടീനുക്കുരുവിയാ താങ്കൾ ഉറങ്ങിക്കിടന്നപ്പോൾ ദേഹത്ത് കളർഫുള്ളായ പൂക്കളിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇതെല്ലാം അവളുടെ കുസൃതിയാണ്. അത് കേട്ടതും സിംഹരാജാവിന് ഒരുപാട് ദേഷ്യം വന്നു. അത് വേഗത്തിൽ ടീനുക്കുരുവി എവിടെയുണ്ടെന്ന് അന്വേഷിച്ചു പോയി. കുറേ ദൂരം പോയപ്പോൾ സിംഹരാജാവിന്റെ കണ്ണിൽ എന്തു കണ്ടെന്നാൽ മൃഗങ്ങളെല്ലാം ചായം പൂശി ഹോളി ആഘോഷിക്കുന്നു. സിംഹത്തിന് ഒന്നും മനസ്സിലായില്ല. ഒരുപാട് ദേഷ്യപ്പെട്ടു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എല്ലാവരും നിശബ്ദമായി. ടീനുക്കുരുവി, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എന്റെ മുഖത്ത് നിറം തേച്ചിട്ട് നീ ഓടിയിരിക്കുന്നു. നിനക്ക് എന്ത് ധൈര്യമാണ്? ഇത് കേട്ടതും എല്ലാ മൃഗങ്ങളും പേടിച്ചുപോയി. ഇനി ടീനുവിനെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. കുറുക്കനപ്പോൾ ഒരു അസുരനെ പോലെ ചിരിച്ചു. അത് ഇതിനു വേണ്ടിയാണ് കാത്തിരുന്നത്, ടീനുവിന് എങ്ങനെയൊക്കെ പണി കൊടുക്കാമെന്ന്. ടീനു അപ്പോൾ തനിയെ വന്ന് അത് തീരുമാനിച്ചതുപോലെ സിംഹരാജാവിനോട് പറഞ്ഞു. രാജാവേ, ഇത്തവണ ഞങ്ങൾ കാടിനുള്ളിൽ ഹോളി ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് അത് ആഘോഷിക്കാൻ ആവശ്യമുള്ള പൂക്കളെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർത്ത് വച്ചിരിക്കുന്നു. എന്നാൽ ഹോളി ആഘോഷിക്കുന്നതിന് മുൻപ് താങ്കളെ ഓർമ്മ വന്നു. കാരണം താങ്കളല്ലേ ഇവിടുത്തെ രാജാവ്. ഹോളി ആഘോഷിക്കുന്നതിന് മുൻപ് താങ്കൾക്കല്ലേ മര്യാദ തരേണ്ടത്. അതുകൊണ്ടാണ് താങ്കളെ ആദ്യം നിറം പൂശിയത്. അതിനാണ് ഞാൻ നിറം പൂശാൻ അവിടെ വന്നത്. എന്നാൽ കുറുക്കൻ പറഞ്ഞത് താങ്കൾ ഉറങ്ങുകയാണ്, താങ്കളെ എഴുന്നേൽപ്പിക്കണ്ട എന്ന്. താങ്കളെ ഉണർത്താൻ എനിക്ക് പേടിയായിരുന്നു. എന്നാൽ താങ്കൾ രാജാവല്ലേ, താങ്കൾക്ക് മര്യാദ നൽകാതെ ആ നിറമെങ്ങനെ ഞങ്ങൾ പൂശും? അതുകൊണ്ടാണ് താങ്കൾ ഉറങ്ങുമ്പോൾ തന്നെ ഞാൻ നിറമെറിഞ്ഞത്. ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാവരോടും എന്താ പറഞ്ഞതെന്നറിയാമോ? രാജാവ് നിറം പൂശിയിരിക്കുന്നു എന്ന്. പിന്നെയാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത് തന്നെ. ഇത് കേട്ട് സിംഹരാജാവിന് സന്തോഷമായി. കുറുക്കന്റെ മുഖം മാത്രം ദേഷ്യത്തിൽ ചുമന്നു. മറ്റു മൃഗങ്ങളും ടീനുവിന്റെ ബുദ്ധി കണ്ട് അവരും ഒരുപാട് സന്തോഷിച്ചു. എങ്ങനെ അവൾ അവളുടെ ബുദ്ധി ഉപയോഗിച്ച് ഇത്രയും വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന്. ഇത് കേട്ട് സിംഹരാജാവ് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വക ഹാപ്പി ഹോളി. നമുക്കും എല്ലാ വർഷവും ഇതേപോലെ ഹോളി ആഘോഷിക്കാം. ഇങ്ങനെ പറഞ്ഞ് സിംഹരാജാവ് തന്റെ ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. അപ്പോൾ കുറുക്കനും പിറുപിറുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. ശേഷം എല്ലാ മൃഗങ്ങളും ടീനുവിനെ പുകഴ്ത്തി. അങ്ങനെ എല്ലാവരും ചേർന്ന് ഹോളി സന്തോഷത്തോടെ ആഘോഷിച്ചു.